108 ഇടവകളിൽ നിന്നായി 15,000 ക്രിസ്മസ് പാപ്പാമാർ ഇന്ന് വൈകുന്നേരം സ്വരാജ് റൗണ്ടിൽ അണിനിരക്കും. വലുതും ചെറുതുമായ 20 പ്ലോട്ടുകളാണ് ബോൺ നത്താലയിൽ ഉണ്ടാവുക. റവന്യൂ മന്ത്രി കെ രാജൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. കെ അഖിൽ തൃശൂരിൽ നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ചേരുന്നുണ്ട്. അഖിൽ, ഇനി ഈ മണിക്കൂർ തൃശൂരിന്റെ നഗരം പാപ്പാമാരെ കൊണ്ട് നിറയുന്നു, തൃശൂർ ചുവക്കുന്നു. വിവരങ്ങൾ. തീർച്ചയായും സ്നേഹ, തൃശ്ശൂർ ചോർക്കാനുള്ള സ്വരാജ് റൗണ്ട് ചോർക്കാനുള്ള അതിൻ്റെ തുടക്കമായിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെയുള്ള, അതായത് സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരായിട്ടുള്ള എല്ലാ ആളുകളും എത്തിയിട്ടുണ്ട്. റവന്യൂ മന്ത്രി കെ രാജൻ ആദ്യം കേന്ദ്രമന്ത്രിയായിരുന്നു നിശ്ചയിച്ചിരുന്നെങ്കിലും ഈ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ മരണത്തെ തുടർന്ന് അദ്ദേഹത്തെ എത്താൻ കഴിഞ്ഞിരുന്നില്ല. റവന്യൂ മന്ത്രി കെ രാജനാണ് ഫ്ളാഗ് ഓഫ് ചെയ്തത്. തൃശ്ശൂർ മേയറും ആർ ബിന്ദു അടക്കമുള്ള എല്ലാവരും ഇതിന്റെ മുൻനിരയിൽ തന്നെയുണ്ട്. എന്തായാലും നമ്മോടൊപ്പം ഇപ്പോൾ തൃശ്ശൂരിന്റെ ജില്ലാ കളക്ടർ ചേർന്നു. സാറിന് ആദ്യത്തെ ബോണത്താലയാണ്. എങ്ങനെയുണ്ട്? ബോണത്താലയാണ് നമ്മുടെ പൂരം പുലിക്കളി പോലെ തന്നെ ഏറ്റവും വലിയ ആഘോഷമാണ് ബോണത്താലയും. വളരെ സന്തോഷമുണ്ട്. ഒരുപാട് പാപ്പാമാരാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. നമുക്കൊരു ആഘോഷമാണിത്. എങ്ങനെയുണ്ട് കാണുമ്പോൾ? മൊത്തത്തിൽ കണ്ടിട്ട് എങ്ങനെയുണ്ട്? കാണുമ്പോൾ നല്ലൊരു അന്തരീക്ഷമാണ്, നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. സാറും അതിൻ്റെ ഒരു ഭാഗമായിട്ട് തൊപ്പിയൊക്കെ വെച്ചിട്ട്? അതെ, നമ്മളെല്ലാവരും ഇതിൻ്റെ ഭാഗമാണ്. പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നുമില്ല. നന്നായി പോകുന്നു. അത് തന്നെയാണ് കൃത്യം. എല്ലാവരും, അതായത് കളക്ടറുമുണ്ട്, മുൻനിരയിൽ തന്നെ കമ്മീഷൻ അടക്കമുള്ള ആളുകളൊക്കെ തന്നെ ഉണ്ട്. നമുക്ക് അദ്ദേഹത്തിൻ്റെയും ഇത് ആദ്യത്തെ ഒരു ബോണത്താലയാണ്. അപ്പോൾ നമുക്ക് കമ്മീഷനോട് കൂടി ചോദിച്ചു നോക്കാം. സാർ, ആദ്യത്തെ ഒരു ബോണത്താല ഉണ്ട്, എങ്ങനെയുണ്ട് ഇത് കണ്ടിട്ട്? എൻ്റെ ആദ്യത്തെ ബോണത്താലയാണ്. പക്ഷേ ബോണത്താലേൻ്റെ ഒരു ചെറിയ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എന്തായാലും ട്രാഫിക് സ്മൂത്തായിട്ട് ഇതുവരെ പോയിട്ടുണ്ട്. കൂടുതൽ നിർദ്ദേശങ്ങൾ പ്രോപ്പറായിട്ട് എല്ലാവരും പാലിക്കുന്നുണ്ട്. അതേ രീതിയിൽ നമുക്ക് സ്മൂത്തായിട്ട് ഈ പരിപാടി നടത്താൻ സാധിക്കും എന്ന വിശ്വാസം. ഇത് കണ്ടിട്ട് എങ്ങനെയുണ്ട് സാർ? പുലികളി കണ്ടു കഴിഞ്ഞു, അപ്പോൾ അതെങ്ങനെയുണ്ട് ഇത് കണ്ടിട്ട്? അതെ, ടി വിയിൽ കാണുന്നത് കുറച്ചും കൂടി ഭംഗിയാണ്. നേരിട്ട് കാണുന്നതും അതിനെ നിങ്ങളെല്ലാം യു ആർ കവറിങ് ഇറ്റ് വെൽ. ഒരുപാട് ആംഗിളിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ക്രിക്കറ്റിനെ പോലും നേരിട്ട് കാണുന്നതിനേക്കാളും ടി വിനെ കാണുന്നത് കൂടുതൽ. ഇത് കഴിഞ്ഞിട്ട് ഇടയ്ക്ക് പോയിട്ട് ടി വിയിലും കൂടി ഇത് കാണണം. അപ്പോൾ വിവിധ ആംഗിൾ നമുക്ക് കിട്ടും. അതെ. എന്തായാലും ഇപ്പോൾ നമ്മൾ കമ്മീഷനും ഒക്കെ തന്നെ ഉണ്ട്. നമുക്ക് ഇനി ഇതിൻ്റെ ഒരു ബോണത്താലയുടെ മറ്റ് ദൃശ്യങ്ങളിലേക്ക് പോകാം. വളരെ സന്തോഷം നൽകുന്ന കുറച്ച് ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം എന്നുള്ളതാണ്. ഇവിടെ കുറച്ച് ഡിഫറൻ്റ്ലി ഏബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ കുറച്ച് ആളുകളൊക്കെ തന്നെ അവരെ ഈ ബോണത്താലയുടെ ഒരു ഭാഗമാക്കുന്നു എന്നുള്ളത് തന്നെയാണ്. നമുക്കത് ദൃശ്യങ്ങളിൽ കാണാം. പിതാവ് ചേരുന്നുണ്ട്. പിതാവെ, നമ്മളിതാ ഇവരെ കൂടി നമ്മൾ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് നമ്മൾ തീർച്ചയായിട്ടും ഈ മാത്യൂസിന്റെ നേതൃത്വത്തിൽ നമുക്ക് പൊന്നൂക്കര അപ്പുറം ഭരതയിൽ ഒരു വലിയ ശുശ്രൂഷ നടക്കുന്നുണ്ട്. ക്രിസ്തു ഇന്നും ജീവിക്കുന്നു എന്നതിൻ്റെ ഒരു അടയാളമാണ് ഇവര്. ക്രിസ്തുവിൻ്റെ ഏറ്റവും പാവപ്പെട്ടവരുടെ ഇടയിലായിരുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ, ഏറ്റവും പാവപ്പെട്ടവന് പോലും, ആരുമില്ലാത്തവർക്ക് പോലും യേശു ക്രിസ്തു സമീപസ്ഥനാണ് എന്നതിൻ്റെ അടയാളമാണ് ഈ പുനർജീവൻ എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം. ഞാനിവിടെ പോകുമ്പോഴൊക്കെ ഇവർ പലരും ആരുമില്ലാത്തവരാണ്, എല്ലാമായി തീരുന്ന ഒരു വലിയ ഒരു സംഭവമാണ് ഇത്. പലർക്കും ഇപ്പോൾ വീടുകളായി തുടങ്ങി. മാത്യൂസിനെ ഇങ്ങനെ ചാക്കൊക്കെ കൊടുത്ത് നടന്നിട്ട് ആദ്യത്തെ വർഷം തന്നെ പങ്കെടുപ്പിച്ചിട്ടുണ്ട്. ഇന്ന് ഇവർക്ക് സ്പൈനൽ കോഡ് ഇല്ലെങ്കിലും ബോണത്താലയുടെ സ്പൈനൽ കോഡ് ഇവരാണ്. ഇവരോട് നമുക്ക് ഇതിൽ പങ്കെടുക്കുന്നവരോട് ചോദിക്കാം. ചേട്ടാ, എങ്ങനെയുണ്ട്? സന്തോഷം? എന്താണ് തോന്നുന്നത്? സന്തോഷം, നല്ല ഹാപ്പി ക്രിസ്മസ്. എത്രാം തവണയാണ് ഇത് പങ്കെടുക്കുന്നത്? ഇതിപ്പോ 5ാമത്തെ പ്രാവശ്യം. ഒരു താങ്ങായിട്ട് ഇവിടെ കൂടെ ഇവരുണ്ട്. നമ്മളിതിന്റെ ഭാഗമാകുമ്പോൾ സന്തോഷമാണ്. ഒരു സന്തോഷം തന്നെയാണ്. നമുക്ക് കുട്ടികളൊക്കെ ഒരുപാട് പേര് ഇത്തരത്തിൽ ഒരു വൈകല്യം, അതായത് ഒരു ചെറിയ കാലിലുമൊക്കെ തളർച്ചയുള്ള അത്തരത്തിലുള്ള ആളുകളെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു ബോണത്താല അതിന്റെ ആവേശത്തിലേക്ക് കടക്കുന്നത്. നമുക്ക് ഇപ്പോൾ ഈ ഒരു
ഒരു പാപ്പാജിമാർ, അതായത് ഓരോരുത്തരായിട്ട് ഇറങ്ങി വരുന്നു. ആദ്യം കർണാടക പ്രദേശത്തിൻ്റെ പാപ്പാജിമാരാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത്. വലിയ, അതായത് ഇനി ഒരു റൗണ്ടിലേക്ക് കടക്കുമ്പോഴായിരിക്കും അതിൻ്റെ ഒരു നൃത്തത്തിലേക്കും മറ്റ് രീതികളിലേക്കും കടക്കും. ഇപ്പോൾ സ്വരാജ് റൗണ്ടിലേക്ക് പ്രവേശിക്കുന്നതേ ഉള്ളൂ എന്നതാണ്. ഇവർക്ക് അല്പസമയത്തിനുള്ളിൽ തന്നെ ഇവർ സ്വരാജ് റൗണ്ടിലേക്ക് കടക്കും. കുന്നംകുളം ഇടവകയുടെ ആളുകളാണ് ഉള്ളത്. നമുക്ക് ഇവരുടെ വലിയ ഒരു, അതായത് ആവേശം എന്ന് പറയുന്ന ആവേശത്തിലേക്ക് കടന്നിട്ടില്ല. കാരണം ആ ഒരു സ്വരാജ് റൗണ്ടിലേക്ക് കടന്നു കഴിയുമ്പോഴാണ് അതിൻ്റെ ഒരു നൃത്തങ്ങളിലേക്കൊക്കെ പോവുക. അത് എത്തുമ്പോൾ ഒരു ആവേശം ഉണ്ടാകും. ഈ ഒരു അച്ചടക്കം, കൃത്യമായ ഒരു അച്ചടക്കമുണ്ട്. ഇത് നമുക്കറിയാം, നേരത്തെ പറഞ്ഞ ഒരു മത്സരത്തിൻ്റെ ഒരു ബുദ്ധി, മത്സരബുദ്ധി കൂടി ഉണ്ട് അതിൻ്റെ കൂടെ. അതിന് കുറച്ചുകൂടി ഒരു ആവേശം നൽകുന്നതിന് വേണ്ടി തന്നെയാണ് ആ ഒരു മത്സരത്തിൻ്റെ ഒരു സ്വഭാവം കൂടി ഇതിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവർ അതിനൊരു അച്ചടക്കമുണ്ട്, അതിനൊക്കെ മാർക്കുണ്ട്, അച്ചടക്കത്തിന് മാർക്കുണ്ട്. ഒപ്പം ഇതിൻ്റെ ഒരു വസ്ത്രധാരത്തിലും മുഴുവക്കത്തിനുണ്ട് എന്നുള്ളതാണ്. എന്തായാലും അവരൊക്കെ തന്നെ ഇതിലൊരു തയ്യാറായി കഴിഞ്ഞിരിക്കുന്ന അല്പസമയത്തിലൊക്കെ തന്നെ ഇത് സ്വരാജ് റൗണ്ടിലേക്ക് കടക്കും. സ്വരാജ് റൗണ്ടിലേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നീട് ആ ഒരു നൃത്തങ്ങളൊക്കെ, ഡാൻസ് ഒക്കെ ഉണ്ടാകും, ബോണത്താലയുടെ ഡാൻസ് ഉണ്ടാകും, ആ രീതിയിലേക്ക് കടക്കും എന്നുള്ളതാണ്. അവരൊരു ക്രിസ്മസ് അഖിൽ, വലിയ ആവേശത്തിലാണ് തൃശ്ശൂർ ഉള്ള ആളുകൾ. നോക്കൂ, 15,000-ലധികം ഉൾക്കൊള്ളുന്ന നല്ലൊരു യാത്രയാണ് ഞങ്ങൾ സഞ്ചരിക്കുന്നത്. തമ്പുരാന്റെ തിരുപ്പിറവി ലോകം മുഴുവൻ അറിയിക്കണം. ബോണത്താല എന്ന് പറഞ്ഞാൽ ഹാപ്പി ക്രിസ്മസ് എന്നാണ്. അത് ഞങ്ങൾ എല്ലാവരും കൂടി എൻജോയ് ചെയ്തു. കുട്ടികൾക്ക് വളരെ ഭംഗിയായിട്ട് എൻജോയ് ചെയ്യുന്നു. അവർ തിരുപ്പിറവിയുടെ സന്ദേശമാണല്ലോ അറിയിക്കപ്പെടുന്നത്. ഹാപ്പി ക്രിസ്മസ്. എങ്ങനെ പോകുന്നു? ഇത്തവണ ഡാൻസ് ഒക്കെ എങ്ങനെ റെഡി ആയി പഠിച്ചു കഴിഞ്ഞാൽ പാട്ട് പാടുന്നു? ആരെങ്കിലും എല്ലാവരും ഒരു പാട്ട് പാടും? ഏതെങ്കിലും ഒരു പാട്ട് പാടും? ഒരുമിച്ചിട്ട് ക്രിസ്മസിന്റെ ആവേശം തന്നെയാണ് സ്നേഹ. അതായത് ഓരോ ഇടവകകൾ കൃത്യമായി തന്നെ ഓരോ ഇടവകകളായിട്ട് ഇതിന് പുറകിലേക്ക് ഇങ്ങനെ അണിനിരക്കുന്നുണ്ട്. അതായത് 15,000-ഓളം വരുന്ന ക്രിസ്മസ് സാന്റമാർ. അതെ അഖിൽ, വലിയ ആവേശത്തിലാണ്. ഈ വലിയ കളർഫുൾ ആയ ദൃശ്യങ്ങളൊക്കെ തന്നെ കാണുന്നുണ്ട്. കുട്ടികളടക്കമുള്ളവർ വലിയ ആവേശത്തിലാണ്. ഇനിയിപ്പോൾ ഈ 60 അടി നീളമുള്ള ചലിക്കുന്ന LED ഏതൻ തോട്ടം അടക്കമുള്ള വലിയ പ്രത്യേകതകളൊക്കെ ഇത്തവണ ഈ ബോണത്താലയിൽ ഉണ്ടല്ലോ. നിരവധി പ്ലോട്ടുകളുണ്ട്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ എന്താണ്? സ്നേഹ സൂചിപ്പിച്ച പോലെ തന്നെ 21 പ്ലോട്ടുകൾ ഇത്തവണ ഉണ്ട്. അതിൽ ഏറ്റവും വലിയ ആകർഷണം എന്ന് പറയുന്നത് 60 അടി ഉയരമുള്ള ചലിക്കുന്ന ഏതൻ തോട്ടത്തിന്റെ പ്ലോട്ട്, LED പ്ലോട്ടാണ്. അത് ഇതിന് പുറകിലേക്ക്, അതായത് ഈ ബോണത്താലയുടെ ഈ പാപ്പമാരുടെ പിറകിലായിട്ടാണ് വരുന്നത്. ഇതിപ്പോൾ നമ്മളൊരു തുടക്കത്തിലേക്ക് എത്തിയിട്ടേ ഉള്ളൂ എന്നുള്ളതാണ്. ഈ 15,000 പാപ്പമാരെന്ന് പറയുമ്പോൾ ഇനിയും, അതായത് ഇത് ഇവിടെ ഒരറ്റം സ്വരാജ് റൗണ്ടിലേക്ക് കയറുന്നു. ഇപ്പോഴും ഈ ഇതിന്റെ തുടങ്ങുന്ന സെന്റ് തോമസ് കോളേജിൽ നിന്നും ഇതിന്റെ ഒരു പകുതി പോലും പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. അത്രത്തോളം 15,000 പാപ്പമാർ എത്തുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ളതാണ്. വ്യത്യസ്തത അവിടെ ഇപ്പോൾ നമുക്ക് കുറച്ച് കുഞ്ഞു മാലാകമാരെയൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. 4 കുഞ്ഞു മാലാകമാരുണ്ട്. വലിയ ഭംഗി തന്നെയാണ് ഇത് കാണുന്നത്. ആ ഒരു കുട്ടികൾ അവരുടെ ഒരു രീതിയിൽ, അതായത് ഇങ്ങനെ ഇത്തരത്തിൽ വ്യത്യസ്തങ്ങളൊക്കെ തന്നെ കൊണ്ടുവന്നു. അതായത് ചിലരുടെ മുഖങ്ങളിൽ ചായമുണ്ടാകും, ചിലർ അവരുടെ വസ്ത്രത്തിൽ വ്യത്യസ്തത കൊണ്ടുവരാൻ ശ്രമിക്കും. എല്ലാത്തിൻ്റെയും ഒരു അവസാനം എന്ന് പറയുന്നത് ഈ സ്വരാജ് റൗണ്ട് ഒരു ആകാശത്ത് നോക്കുന്ന കാഴ്ച. അത് ഒരു ചുമന്ന നിറത്തിൽ ഉള്ള ആകാശമായിട്ട് സ്വരാജ് റൗണ്ടിനെ കാണുന്നു എന്നുള്ളത് തന്നെയാണ്. അതിൻ്റെ ഒരു ആവശ്യത്തിലേക്ക് തന്നെയാണ് ഇനി കടക്കാൻ പോകുന്നത്. ഒരുപക്ഷെ നമ്മൾ അതായത് ഇപ്പോൾ ഒരു ശാന്തത എന്നൊക്കെ വരാൻ പോകുന്ന ഒരു ആളിക്കത്താൻ പോകുന്ന തീയുടെ ഒരു ശാന്തത പോലെയാണ്. അതായത് ഈ സ്വരാജ് റൗണ്ടിലേക്ക് കടക്കുമ്പോഴാണ് അവരുടെ ആ ഒരു ഡാൻസിലേക്കും മറ്റു കാര്യങ്ങൾ, അപ്പോഴാണ് അതിൻ്റെ ഒരു യഥാർത്ഥ ഭംഗി, യഥാർത്ഥ രസത്തിലേക്ക് പോകുക എന്നുള്ളത്. അപ്പോൾ അതിനു മുമ്പുള്ളൊരു തയ്യാറെടുപ്പൊക്കെ തന്നെയാണ് ഈ കുട്ടികളൊക്കെ തന്നെ ഉള്ളത്. എന്തായാലും അവരൊക്കെ തന്നെ ഇങ്ങനെ ചുവടുകളൊക്കെ വെച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിങ്ങനെ കൊണ്ടുപോകാൻ അഭിപ്രായങ്ങൾ ചോദിച്ചു പോകുന്നു. എന്താണ് പ്രതീക്ഷ? കപ്പടിക്കുന്ന തന്നെയാണ് ഞങ്ങളുടെ അച്ഛന്റെ പ്രതീക്ഷ. അപ്പൊ ഞങ്ങൾക്ക് അതന്നെ പ്രതീക്ഷ. എല്ലാവരും ഡാൻസ് ഒക്കെ സെറ്റ് ആയിട്ടുണ്ടോ? എല്ലാരും പവറാണ്. സ്റ്റെപ്പൊക്കെ പഠിച്ചു കഴിഞ്ഞു. അവര്
എല്ലാവർക്കും ഒരു അഭിപ്രായം, അതായത് എല്ലാവരും ഞങ്ങൾക്കാണ് കപ്പ് എന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് എല്ലാ സാന്റമാരും അല്ലെങ്കിൽ പാപ്പമാരും പങ്കുവെക്കുന്നതാണ്. നമുക്കിപ്പോൾ ഇതിന് പുറകിലേക്ക് അത് ഓരോ ഇതിന് പുറകിലേക്കും ഓരോരുത്തരായിട്ട് ഇങ്ങനെ എത്തുന്നു, ഓരോ സാന്റമാർ എത്തുന്നു എന്നുള്ളത് തന്നെ വളരെ രസകരമായ ഒരു കാഴ്ച തന്നെയാണ് സ്നേഹ. അതായത് ഒരുപക്ഷെ അവിടെ എത്തുമ്പോൾ ഇതിൻ്റെ ഒരു ആവശ്യം അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഭംഗി എത്രത്തോളം അവിടേക്കൊക്കെ കാണാൻ കഴിയുന്നതല്ല, ഇവിടെ നമുക്കൊരു വേറിട്ട കാഴ്ച തന്നെയാണ് ഇത്തവണ ഉണ്ടാകുന്നത്. ഇപ്പോൾ നമ്മുടെ കളക്ടർ തൊട്ടുമ്പോൾ സംസാരിച്ചു, കമ്മീഷണർ സംസാരിച്ചു, അവരൊക്കെ തന്നെ അവരുടെ ഒരു ആദ്യത്തെ ഒരു ബോണത്താലയാണ്. അപ്പോൾ അതിനുള്ളൊരു തയ്യാറെടുപ്പിലേക്ക് അവർ എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. വളരെ ആവേശത്തിൽ അത് നൃത്തമൊക്കെ വെച്ച് തുടങ്ങിയിട്ടുണ്ട് ആളുകൾ. അവരുടെ ഒരു ഡാൻസുകളൊക്കെ സ്റ്റെപ്പൊക്കെ ചൂടുകളൊക്കെ വെച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ പതുക്കെ അതായത് ഓരോ വഴിയിലും ഈ വഴിയിലൊക്കെ സ്പീക്കറുകൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് പാട്ട് കേട്ടതനുസരിച്ച് നൃത്തം കളിക്കാൻ കഴിയും. അത് റൗണ്ടിലേക്ക് കയറി തുടങ്ങുമ്പോഴാണ് അതിൻ്റെ ഒരു നൃത്തത്തിലേക്ക് കടക്കുക. പ്ലോട്ടുകളൊക്കെ ഓരോന്നായിട്ട് ഇപ്പോൾ ഫ്രണ്ടിൽ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഇതിന് മുൻപിലേക്ക് പ്ലോട്ടുകൾ ഇങ്ങനെ കയറുന്നുണ്ട്. നമുക്കൊന്ന് അതിൻ്റെ പ്ലോട്ടുകളുടെ ഒരു ദൃശ്യങ്ങൾ കൂടി ഒന്ന് കാണിക്കാം എന്ന് കരുതുന്നു. നമ്മളിപ്പോൾ ഇവരുടെ ഒരു നൃത്തങ്ങളും മറ്റും മാത്രമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വലിയ ഒരാവേശം തന്നെയാണ് ഇവിടെ ഉള്ളത്. അതെ അഖിൽ, ഈ എന്ത് ആഘോഷമാണെങ്കിലും തൃശ്ശൂരിനെ പറ്റി പറയുകയാണെങ്കിൽ അത് ഉച്ചസ്ഥായിയിൽ ആഘോഷിക്കുക എന്നതാണ്. ഓണമാകട്ടെ, പുലികളിയാവട്ടെ, പൂരമാകട്ടെ, ഇപ്പോൾ ഇതാ ക്രിസ്മസുമായി ബോണ്ടത്താലയും അത്തരത്തിൽ വലിയ ആവേശം തന്നെയല്ലേ? തീർച്ചയായും. കാരണം ആവേശം, അതായത് എന്തൊരു ആഘോഷമായാലും അത് വലിയ ആവേശത്തോടെ തന്നെ വലിയ ആഹ്ലാദത്തോടെ തന്നെ ചെയ്യുന്ന ആളുകളാണ് തൃശ്ശൂരുകാരെന്ന് പറയുന്നത്. വലിയ ആവേശത്തോടെ തന്നെ കാര്യങ്ങൾ, അതായത് ഒരു ഓണമായി കഴിഞ്ഞാൽ അവിടെ പുലികളി ഉണ്ട്, പുലികളിക്ക് അതിന്റെ വലിയ ആവേശം കാണിക്കും. ക്രിസ്മസ് ആയപ്പോൾ ഇപ്പോൾ ഈ പൂരങ്ങളുടെ പൂരം എന്നറിയുന്ന തൃശ്ശൂർ പൂരം എത്തുന്നുണ്ട്. അത് തൃശ്ശൂർ തന്നെ പൂരങ്ങളുടെ പൂരമാണ്. അപ്പോൾ അത്തരത്തിൽ ആഘോഷങ്ങളുടെ എല്ലാത്തിൻ്റെയും, അതായത് ഈ തൃശ്ശൂർകാർക്ക് ഇത് അതിൻ്റെ ഒരു ചെറിയ ഭാഗം അറിയില്ല. എല്ലാത്തിൻ്റെയും ഒരു എക്സ്ട്രീം ആയിട്ടുള്ള ആഘോഷങ്ങൾ തന്നെയാണ് തൃശ്ശൂരിലുള്ളത് എന്നുള്ളതാണ്. അത്തരത്തിൽ എല്ലാ ആഘോഷങ്ങളെയും വലിയ അതിൽ ഏതെങ്കിലും മതമോ ജാതിയോ അതൊന്നും തൃശ്ശൂരിലെ ആഘോഷങ്ങളുടെ ഭാഗമല്ല. എല്ലാ ജാതിയിൽപ്പെട്ട എല്ലാ മതത്തിൽപ്പെട്ട ആളുകളും ഈ ബോണത്താലെ കാണാനായി തൃശ്ശൂരിൽ സ്വരാജ് റൗണ്ടിന് ചുറ്റുമുണ്ടാകും. അത്തരത്തിൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും ഉണ്ടാകും. എന്തായാലും ഇപ്പോൾ ഓരോരുത്തരായിട്ട് അവരുടെ ഡാൻസ് സ്റ്റെപ്പുകളൊക്കെ വെച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് തന്നെയാണ് തൃശ്ശൂരിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്. അതായത് ജാതിയില്ല, മതമില്ല, അവിടെ ഈ ആഘോഷങ്ങളെല്ലാം തന്നെ വലിയ രീതിയിൽ ആഘോഷിക്കുന്നു. അത് തൃശ്ശൂരിൻ്റെ ഒരു സവിശേഷത തന്നെയാണ് എന്നുള്ളതാണ്. നമുക്കിപ്പോൾ കുറച്ചൊന്ന് ദൂരെയായിട്ട് ഈ പ്ലോട്ടുകളൊക്കെ, അതായത് ഈ സ്വരാജ് റൗണ്ടിലേക്ക് പ്ലോട്ടുകൾ കയറി നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഏതാനും ക്രിസ്മസ് സാന്റമാരുടെ സംഘങ്ങൾ, ഈ പാപ്പമാരുടെ സംഘങ്ങൾ ഈ സ്വരാജ് റൗണ്ടിലേക്ക് കയറിയിട്ടുണ്ട്. അതിനൊപ്പം തന്നെ ഈ പ്ലോട്ടുകളുമുണ്ട്. 21 പ്ലോട്ടുകളാണ്. അതിൽ ഏറ്റവും ഭംഗി അല്ലെങ്കിൽ ഏറ്റവും ഓരോ തവണയും ഓരോ വ്യത്യസ്തത ഉണ്ടാവും. ഇത്തവണത്തെ വലിയ ആവേശമാണ്. സ്വരാജ് റൗണ്ടിനെ കളറാക്കി ചുവന്ന നിറത്തിലുള്ള ഉടുപ്പുകൾ അണിഞ്ഞ് പാപ്പാമാർ അണിനിരന്നിരിക്കുകയാണ്. ബോണത്താലെയാണ് തൃശ്ശൂരിൽ നടക്കുന്നത്. ആവേശം നിറച്ച് ക്രിസ്മസ് പാപ്പാമാർ ഈ ദൃശ്യങ്ങളിലേക്കും വാർത്തകളിലേക്കും ഒക്കെ വരും മണിക്കൂറുകളിലും വരാം. കെ അഖിലാണ് വിവരങ്ങൾ പങ്കുവച്ചത്.